സംസ്ഥാനത്ത് മിൽമ പാൽവില വർദ്ധിപ്പിക്കാൻ സാധ്യത. ഓണത്തിന് ശേഷം പാൽവില കൂട്ടിയേക്കും. മിൽമ ബോർഡ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. 2022 അവസാനമായി മിൽമ പാൽവില കൂട്ടിയത്. നജ്മ മജീദ് വിവരങ്ങൾ നൽകും. നജ്മ, വലിയ വില വർധനവിന് തന്നെയായിരിക്കുമോ മിൽമ തീരുമാനമെടുക്കുക? ദിവ്യ, പാൽവില കൂട്ടണമോ എന്നുള്ളൊരു ചർച്ചയ്ക്കൊടുവിൽ അവസാനം ഇത് പട്ടത്ത് മിൽമയുടെ ആസ്ഥാനത്ത് യോഗം ചേർന്നിരിക്കുകയാണ്. മിൽമ ബോർഡ് ചെയർമാൻ, മിൽമ ബോർഡ് സെക്രട്ടറി, മറ്റു ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2022 അവസാനമായിട്ട് മിൽമ പാലിൻ്റെ വില 6 രൂപയായിട്ട് ഉയർത്തിയിരുന്നത്. 46 രൂപയിൽ നിന്നും 52 രൂപയിലേക്കാണ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പാൽവില കൂട്ടണം എന്നുള്ളൊരു നിർദ്ദേശം പല മീറ്റിങ്ങുകളിൽ ഉണ്ടാവുകയും അവസാനം ഇപ്പോൾ അതിൻ്റെ ഒരു യോഗം, അന്തിമ ഒരു തീരുമാനത്തിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ക്ഷീര കർഷകരെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ തന്നെയാണ്. കാലിത്തീറ്റ ഉൾപ്പെടെയുള്ളതിൻ്റെ വിലക്കയറ്റം ക്ഷീര കർഷകരെ തന്നെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ കണക്കിലെടുത്താണ് പാൽവില ഉയർത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബോർഡ് എത്തിയതും അങ്ങനെ ഒരു മീറ്റിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് മീറ്റിങ്ങിൻ്റെ അവസാനം മാത്രമാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുക. പാൽവില ഉയർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച്, കേരളത്തിലെ മലയാളിയെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയം തന്നെയാണ്. എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകരെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഒരു രാവിലെ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് ഒരു ചായയിൽ നിന്നാണ്, ഒരു പത്രത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ആ ചായയുടെ പ്രധാന ഒരു ചേരുവ എന്ന് പറയുന്നത് പാല് തന്നെയാണ്. പാൽവില ഉയർത്തുക എന്നുള്ളത് മറ്റ് പാലിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ വിലക്കയറ്റത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദിവ്യ. യെസ്, നജ്മിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മിൽമ ബോർഡ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ആ യോഗത്തിന് ശേഷം മാത്രമേ എത്ര വലിയ വർധനവാണ് വിലയിലുണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരികയുള്ളൂ.